Chapter 5 Legislature. Explain the power and functions of Parliament. അഞ്ചാമത്തെ യൂണിറ്റാണ് നിയമനിർമ്മാണ സഭ. ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയെക്കുറിച്ചാണ് അഞ്ചാമത്തെ അധ്യായം ചർച്ച ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദി പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി പാർലമെൻറ്റ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ചാണ്. ലെജിസ്ലേച്ചർ ഈസ് ദി ലോ മേക്കിംഗ് ബോഡി ഇൻ എ ഡെമോക്രസി. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയാണ് പാർലമെൻറ്റ്. ഇൻ ഇന്ത്യ ലെജിസ്ലേച്ചർ ഈസ് നോൺ ആസ് പാർലമെൻറ്റ്. ഇന്ത്യയിലെ ഇതിനറിയപ്പെടുന്നത് പാർലമെൻറ്റ് എന്നാണ്. ഇറ്റ് ഈസ് എ ബൈകാമറൽ ലെജിസ്ലേച്ചർ കൺസിസ്റ്റ് ഓഫ് രാജ്യസഭ ഓൾസോ നോൺ ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ലോക്സഭ ഓൾസോ നോൺ ആസ് ഹൗസ് ഓഫ് പീപ്പിൾ. ഇന്ത്യയിൽ ഇതൊരു ദ്വിമണ്ഡല സഭയാണ്. പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലം രാജ്യസഭ അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നും അധോമണ്ഡലം ലോക്സഭ അഥവാ ഹൗസ് ഓഫ് പീപ്പിൾസ് എന്നും അറിയപ്പെടുന്നു. ഫോളോയിങ്സ് ആർ ദി പവേഴ്സ് ഓഫ് ദി പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ്, നിയമനിർമ്മാണപരമായ ചുമതല. ദി പാർലമെൻറ്റ്സ് ഇനാക്ട്സ് ലോ ഫോർ ദി കൺട്രി. ഇറ്റ് അപ്രൂവ്സ് ദി ഓർഡിനൻസ് ഇഷ്യൂഡ് ബൈ ദി പ്രസിഡൻറ്റ്. പാർലമെൻറ്റ് രാജ്യത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് അപ്രൂവ്സ് ദി ഓർഡിനൻസ് ഇഷ്യൂഡ് ബൈ ദി പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഓർഡിനൻസുകൾ അപ്രൂവ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, കൺട്രോൾ ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് എൻഷുറിങ് ഇറ്റ്സ് അക്കൗണ്ടബിലിറ്റി. എക്സിക്യൂട്ടീവിന് മേലുള്ള നിയന്ത്രണമാണ്. പാർലമെൻറ്റ് കൺട്രോൾസ് ദി എക്സിക്യൂട്ടീവ് ത്രൂ ക്വസ്റ്റ്യൻസ്, ഹവർ, 0 hour, half an hour, discussion, calling attention motion, no confidence in motion, adjournment motion, etc. അതെന്താണെന്ന് വെച്ചാൽ പാർലമെൻറ്റിൻ്റെ മറ്റൊരു ചുമതല എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക എന്നതാണ്. പാർലമെൻറ്റ് മന്ത്രിമാരെ നിയന്ത്രിക്കുന്നത് അംഗങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെയാണ്. ലോക്സഭയിലെ ഭൂരിഭാഗം അംഗങ്ങളുടെ വിശ്വാസവും ലഭിക്കുന്ന കാലത്തോളം മാത്രമേ മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. Financial function. No tax can be imposed or collected and no expenditure can be incurred by the executive without the approval of the parliament. Hence the budget is placed before the parliament for approval. ഗവൺമെൻറ് പല കാര്യങ്ങൾക്കായി ധാരാളം പണം ചിലവഴിക്കുന്നുണ്ട്. ഈ പണം സമാഹരിക്കപ്പെടുന്നത് വ്യത്യസ്ത നികുതികളിലൂടെയാണ്. നികുതി ചുമത്തുന്നത് നിയന്ത്രിക്കാനും ഗവൺമെൻറ് പണം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ നിർണ്ണയിക്കാനും പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഒരു പുതിയ നികുതി ഏർപ്പെടുത്തണമെങ്കിൽ അതിന് ലോക്സഭയുടെ അംഗീകാരം ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അപ്രൂവൽ ഓഫ് എമർജൻസി. അത് പറഞ്ഞാൽ എമർജൻസി എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥമായിട്ടുള്ള അപ്രൂവൽ ചെയ്യുക. ഇറ്റ് അപ്രൂവ്സ് ദി 3 types ഓഫ് എമർജൻസി പ്രൊക്ലൈംഡ് ബൈ ദി പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. വി വിൽ ഡിസ്കസിങ് ഇൻ ദി പ്രീവിയസ് ക്ലാസ്സസ്. ദർ ആർ 3 types ഓഫ് എമർജൻസീസ്. ദെൻ റെപ്രസെൻറ്റേഷൻ പ്രതിനിധാനം. പാർലമെൻറ്റ് represent the divergent views of members of the different regional, social, economic, religious group of different parts of the country. പാർലമെൻറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ ജാതിയിൽ, വിവിധ മതത്തിൽ, വിവിധ സാമൂഹിക ചുറ്റുപാടിൽ, വിവിധ സാമ്പത്തിക നിലവാരത്തിലുള്ളവരെ പ്രതിനിധാനം ചെയ്യുന്നു. ഡിബേറ്റിംഗ് ഫംഗ്ഷൻ. മെമ്പേഴ്സ് ഓഫ് ദി പാർലമെൻറ്റ്സ് ആർ ഫ്രീ ടു സ്പീക്ക് ഓൺ എനി മാറ്റർ വിത്തൗട്ട് ഫിയർ. പാർലമെൻറ്റിലുള്ള അംഗങ്ങൾക്ക് ഭയം കൂടാതെ ഏത് കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനുള്ള സാധ്യത ഉണ്ട്. Then constituent function. The parliament has the power to amend the constitution. പാർലമെൻറ്റ് ഭരണഘടനാപരമായ ചുമതലയാണ്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. Then electoral function. The parliament members are participated in the election of the president and vice president of the India. ഇന്ത്യയിലെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നതിന് പാർലമെൻറ്റിലെ മെമ്പേഴ്സ് അവരുടെ പാർട്ടിസിപ്പേഷൻ അറിയിക്കുന്നു. Then judicial function. It has the right to considering the proposal of the removal of president, vice president and judges of the Supreme Court and High Court. നീതിന്യായപരമായ ചുമതല. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കാനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളും പാർലമെൻറ്റിന് പരിഗണിക്കാം. ദെൻ നെക്സ്റ്റ് വൺ, പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലോക്സഭ. ലോക്സഭയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. ലോക്സഭയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണെന്ന്. അധികാരങ്ങൾ.
ലോക്സഭ ഈസ് ദി ലോവർ ഹൗസ് ഓഫ് ദി പാർലമെൻറ്റ്. ലോക്സഭ എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ് അല്ലെങ്കിൽ ലോവർ ഹൗസാണ്. ഇറ്റ്സ് മെമ്പേഴ്സ് ആർ ഡയറക്ട്ലി എലക്റ്റഡ് ബൈ ദി പീപ്പിൾ. ഇതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. For the purpose of election, the entire country is divided into territorial constitutions. നിയോജക മണ്ഡലങ്ങൾ ആയിട്ട് ഇലക്ഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തെ നിയോജക മണ്ഡലങ്ങളായിട്ട് വിഭജിക്കുന്നു. വൺ റെപ്രസെൻറ്റേറ്റീവ്സ് ഈസ് ഇലക്റ്റഡ് ഫ്രം ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി ത്രൂ യൂണിവേഴ്സൽ അഡൾട്ട് സഫ്രേജ്. ജനങ്ങൾ നേരിട്ട് പ്രാദേശിക നിയോജക മണ്ഡലങ്ങളിൽ നിന്നാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തിരഞ്ഞെടുക്കുന്നു. അറ്റ് പ്രസൻറ്റ് ദർ ആർ 543 കോൺസ്റ്റിറ്റ്യുവൻസി. ലോക്സഭയിൽ ഇപ്പോൾ 543 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉള്ളത്, കോൺസ്റ്റിറ്റ്യുവൻസിയാണുള്ളത്. ദ നോർമൽ പീരിയഡ് ഓഫ് ലോക്സഭ ഈസ് 5 years. 5 വർഷമാണ് ലോക്സഭയുടെ കാലാവധി. മിനിമം ഏജ് ടു കണ്ടസ്റ്റ് ദി ലോക്സഭ ഇലക്ഷൻ ഈസ് 25. 25 വയസ്സാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായപരിധി. ഫോളോയിങ്സ് ആർ ദി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലോക്സഭ. ലോക്സഭയുടെ പവേഴ്സും അധികാരങ്ങളും കുറിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഹാസ് ദി പവർ ടു മേക്ക് ലോ all subject in the union list, concurrent list, also the residual subject. യൂണിയൻ ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റും ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നു. ഇൻട്രൊഡ്യൂസ് മണി ബിൽ ആൻഡ് നോൺ മണി ബിൽ. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. ധനകാര്യ ബില്ലുകളും ധനേതര ബില്ലുകളും അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. അപ്രൂവ്സ് പ്രപ്പോസൽ ഫോർ ടാക്സേഷൻ, ബഡ്ജറ്റ് ആൻഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്സ്മെൻറ്റ്. യൂണിയൻ ബഡ്ജറ്റ് ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദി ലോക്സഭ. നികുതി ചുമത്തൽ, വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബഡ്ജറ്റ് എന്നിവയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു. ഇറ്റ് കൺട്രോൾസ് ദി എക്സിക്യൂട്ടീവ് ബൈ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ആൻഡ് ബൈ മൂവിംഗ് റെസൊല്യൂഷൻ ആൻഡ് മോഷൻസ്. ചോദ്യങ്ങൾ, ഉപചോദ്യങ്ങൾ, പ്രമേയങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ തുടങ്ങിയവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. Loksabha can pass no confidence motion against the Council of Ministers, so the Council of Ministers is responsible to the Lokasabha. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ലോക്സഭ can no confidence motion against the Council of Ministers. മിനിസ്റ്റേഴ്സിനെതിരെ നോ കോൺഫിഡൻസ് മോഷൻ ഉന്നയിക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇറ്റ് ഹാസ് ദി പവർ ടു അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന ഭേദഗതി ചെയ്യുന്നു, അതായത് ഭേദഗതി ചെയ്യുന്നു. ഇറ്റ് അപ്രൂവ്സ് ദി 3 types ഓഫ് എമർജൻസി പ്രൊക്ലൈംഡ് ബൈ ദി പ്രസിഡൻറ്റ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നു. ഇറ്റ്സ് മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇലക്ഷൻ ഓഫ് ദി പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു. ഇറ്റ്സ് മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോസസ് ഓഫ് റിമൂവിംഗ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ എന്നിവരെ നീക്കം ചെയ്യുന്ന പ്രക്രിയയിൽ പങ്കെടുക്കുന്നു. എസ്റ്റാബ്ലിഷ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ആൻഡ് കൺസിഡേഴ്സ് ദെയർ റിപ്പോർട്ട്. കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നു. ദെൻ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ അധികാരങ്ങളെക്കുറിച്ച് നോക്കാം. രാജ്യസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, ഈസ് ദി അപ്പർ ഹൗസ് ഓഫ് ദി പാർലമെൻറ്റ്. രാജ്യസഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് രാജ്യസഭ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതിനെ ഹൗസ് ഓഫ് പാർലമെൻറ്റ് എന്നും അപ്പർ ഹൗസ്, ഉപരിസഭ അല്ലെങ്കിൽ ഉപരിമണ്ഡലം എന്ന് അറിയപ്പെടുന്നു. ദ രാജ്യസഭ റെപ്രസെൻറ്റ് ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ബോഡി. ഇത് ഇൻഡയറക്ട്ലി ആണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. The elected members of the state legislative assembly elect the members of the രാജ്യസഭ. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഈച്ച് സ്റ്റേറ്റ്സ് ഹാസ് ഗിവൺ റെപ്രസെൻറ്റേഷൻ അക്കോർഡിംഗ് ടു ദെയർ പോപ്പുലേഷൻ. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് തിരഞ്ഞെടുപ്പിനുള്ള അധികാരം ഉണ്ട്. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി ഇലക്റ്റഡ് ഫ്രം ഈച്ച് സ്റ്റേറ്റ് ഹാസ് ബീൻ ഫിക്സ്ഡ് ബൈ ദ 4th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ 4ാം ഭാഗത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്സ് വിത്ത് ലാർജർ പോപ്പുലേഷൻ ഗെറ്റ് മോർ റെപ്രസെൻറ്റേറ്റീവ്സ് ദാൻ ദി സ്റ്റേറ്റ്സ് വിത്ത് സ്മാളർ പോപ്പുലേഷൻ ഗെറ്റ്. ഫോർ എക്സാമ്പിൾ, ഉത്തർപ്രദേശ് സെൻഡ് 31 members to the രാജ്യസഭ, while a smaller and less popular states like Sikkim has 1 seat in the Rajya Sabha. The term of the Rajya Sabha member is
6 years, 6 വർഷമാണ് ഈ രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. However, it is a permanent house in which 1/3 retire every 2 years. 2 വർഷം കൂടുമ്പോൾ 1/3 അംഗങ്ങൾ പിരിഞ്ഞു പോകുന്നു. അതിനാൽ ഇതൊരു സ്ഥിരം സഭയാണ്. The maximum strength of the Rajya Sabha is 250, including 12 nominated members. രാജ്യസഭയുടെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 250 12 നോമിനേറ്റഡ് മെമ്പേഴ്സും അതിൽ ഉണ്ടാകും. The President of India nominate 12 members to the Rajya Sabha from person having special experience in literature, science, arts and social services. കല, സാഹിത്യം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ നിന്നും രാഷ്ട്രപതി 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു. മിനിമം ഏജ് ടു കോൺടെസ്റ്റ് ദി രാജ്യസഭ ഇലക്ഷൻ ഈസ് 30. 30 വയസ്സാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം. ദെൻ ദി ഫങ്ഷൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൺസിഡേർഡ് ആൻഡ് അപ്രൂവ് നോ മണി ബിൽസ് ആൻഡ് സജസ്റ്റ് അമെൻഡ്മെൻറ്റ് ടു ദി മണി ബിൽ. ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ധനബില്ലുകൾക്ക് ഭേദഗതി നിർദ്ദേശിക്കുന്നു. അപ്രൂവ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്. ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിക്കുന്നു. കൺട്രോൾസ് ദി എക്സിക്യൂട്ടീവ് ബൈ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻട്രൊഡ്യൂസിംഗ് മോഷൻസ് ആൻഡ് റെസൊല്യൂഷൻസ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്നു. പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രൊസീജിയർ ഫോർ ദി റിമൂവൽ ഓഫ് ദി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ജഡ്ജസ് ഓഫ് ദി ഹൈ കോർട്ട്. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജികളെ നീക്കം ചെയ്യുന്നതിൽ പ്രക്രിയയിലും പങ്കാളികളാകുന്നു. ഇറ്റ് ക്യാൻ അലോൺ ഇനീഷ്യേറ്റ് പ്രൊസീജിയർ റിമൂവൽ ഓർ വൈസ് പ്രസിഡന്റിനെയും നീക്കം ചെയ്യുന്നതിനും മുൻകൈയെടുക്കുന്നു. Authorize the parliament to make laws on matters including the state list. Article 249. ആർട്ടിക്കിൾ 249 അനുസരിച്ച് സ്റ്റേറ്റ്സ് ലിസ്റ്റിൽപ്പെടുന്ന കാര്യങ്ങൾക്ക് ഇവർ എന്ത് ചെയ്യുന്നു? പാർലമെൻറ്റ് അംഗീകാരം നൽകുന്നു. എനി മാറ്റർ ദാറ്റ് അഫക്ട്സ് ദി സ്റ്റേറ്റ് മസ്റ്റ് ബി റെഫേർഡ് ഫോർ ദി കൺസെൻറ്റ് ഓഫ് ദിയർ അപ്രൂവൽ. രാജ്യസഭയെക്കുറിച്ച് എന്തെങ്കിലും സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾക്ക് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ്. ഓതറൈസ് ദി പാർലമെൻറ്റ് ടു ക്രിയേറ്റ് എ ന്യൂ ഓൾ ഇന്ത്യ സർവീസസ്. പാർലമെൻറ്റിൻ്റെ അറിവോട് കൂടിയാണ് ഓൾ ഇന്ത്യ സർവീസസിലേക്ക് പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഹൗ ഡസ് ദി പാർലമെൻറ്റ് മേക്സ് ലോ? എങ്ങനെയാണ് പാർലമെൻറ്റ് നിയമം നിർമ്മിക്കുന്നത്? എങ്ങനെയാണ് പാർലമെൻറ്റ് നിയമം നിർമ്മിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് റീഡിംഗ് അതായത് ദ ബേസിക് ഫങ്ഷൻ ഓഫ് എനി ലെജിസ്ലേച്ചർ ഈസ് ടു മേക്ക് ലോ ഫോർ ഇറ്റ്സ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് നിയമനിർമ്മാണ സഭയുടെ അടിസ്ഥാന ചുമതല എന്ന് പറയുന്നത്. എ ഡെഫിനിറ്റ് പ്രൊസീജിയർ ഈസ് ഫോളോഡ് ഇൻ ദി പ്രോസസ് ഓഫ് മേക്കിംഗ് ലോ. നിയമങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിനൊരു പ്രവർത്തനങ്ങൾ, നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കും. ഫോളോസ് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദി ഓർഡിനറി ലോ മേക്കിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നിയമനിർമ്മാണത്തിൻ്റെ വശങ്ങൾ ഏതൊക്കെയാണ്, നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദെൻ ബില്ല്, ഫസ്റ്റ് റീഡിംഗ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ബിൽ. ബില്ല് ഒന്നാം സഭയിലാണ്. A bill is a draft of the proposed law. The draft of any bill is prepared by the concerned ministry. An ordinary bill can introduce in either house of the parliament. Usually, a bill is introduced by a minister of the concerned ministry. ഒന്നാം വായനയാണ്. ബില്ലുകൾ പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും സഭയിലും ആ സഭയിലെ ഒരംഗത്തിന് അവതരിപ്പിക്കാവുന്നതാണ്. സാധാരണയായി മന്ത്രിയാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ഒരു ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്ന ഘട്ടമാണ് ഒന്നാം വായന എന്ന് പറയുന്നത്. ദ second reading is the stage consists of 3 more stages. A. General discussion on the principles and provision of the bill. B. Committee stage. The bill referred to the select committee consists of the members of the where the bill is originated, or joint committee consists of the members of the both houses. Usually the bill is referring to the select committee of the house. A large part of the discussion on the bill take place in the committees. That is why committees are referred to as miniature legislature. It can be amended its provision but without alternating the basic principles.
രണ്ടാം ഘട്ട വായന എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ ബില്ലിനെ കുറിച്ചൊരു പൊതു ചർച്ച നടക്കുകയും ബില്ല് കമ്മിറ്റിക്ക് വിടുകയും ചെയ്യുന്നു. ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകളുടെ പ്രധാന ഭാഗങ്ങൾ നടക്കുന്നത് കമ്മിറ്റികളിൽ വെച്ചാണ്. കമ്മിറ്റികൾ നൽകുന്ന ശുപാർശകൾ പിന്നീട് സഭയുടെ അംഗീകാരത്തിനായി നൽകുന്നു. അതുകൊണ്ടാണ് കമ്മിറ്റികളെ മാതൃകാ നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നത്. ദെൻ കൺസിഡറേഷൻ സ്റ്റേജ് ഉണ്ട്. ദെൻ ദ തേർഡ് റീഡിംഗ്, മൂന്നാം വായന. A debate is confined to the acceptance or rejection of bill. In this stage, no amendments are allowed. If the majority of the members present and voting accept the bill is regarded as passed. Then the bill is sent to the other house. മൂന്നാം വായന എന്ന് പറഞ്ഞാൽ ബില്ല് പാസ്സാക്കി തരണമെന്ന പ്രമേയമാണ് മൂന്നാം വായനയിൽ അവതരിപ്പിക്കുന്നത്. ബില്ല് പാസ്സാക്കുന്നതിനായി വോട്ടിനിടുന്നു. സഭയിൽ ഹാജരായി വോട്ട് ചെയ്തവരുടെ ഭൂരിപക്ഷം കിട്ടിയാൽ ബില്ല് പാസ്സായതായി പ്രഖ്യാപിക്കുന്നു. Bill in the other house. If a bill is passed by one house, it is sent to the second house where it goes through exactly the same procedure. ബില്ല് ഒരു സഭ പാസ്സാക്കി കഴിഞ്ഞാൽ അത് അടുത്ത സഭയിലേക്ക് അയക്കുന്നു. അവിടെയും ഇതേ നടപടിക്രമങ്ങളിലൂടെ ഈ ബില്ല് കടന്നു പോവുകയും ചെയ്യുന്നു. If the bill passes the second house without any amendment or first house accept the amendment suggested by the second house, the bill is deemed to have been passed by both the houses. ഒരു ബില്ല് നിയമമാകണമെങ്കിൽ രണ്ട് സഭകളും പാസ്സാക്കിയിരിക്കണം. പാർലമെൻറ്റിലെ ഇരുസഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. If the bill rejected by the second house or the first house rejected the amendment proposed by the second house or second house does not take any action for 6 months, a deadlock is deemed to have taken place. സംയുക്ത സമ്മേളനത്തിൽ ഹാജരായി വോട്ട് ചെയ്തവരിൽ ഭൂരിപക്ഷം ബില്ലിനെ അനുകൂലിച്ചാൽ ബില്ല് ഇരുസഭകളും പാസ്സാക്കിയതായി പ്രഖ്യാപിക്കും. If the majority of the members present and voting in the joint sitting approves the bill is deemed to have been passed by both the house. Next step, assent of the president. പ്രസിഡന്റിന്റെ അനുമതി. When a bill is passed by both houses, it is sent to the president for the assent. If the president gives his assent, the bill became a law. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയ ബില്ല് പ്രസിഡൻറ്റിൻ്റെ അനുമതിക്കായി സമർപ്പിക്കുന്നു. അനുമതി ലഭിച്ചാൽ ബില്ല് നിയമമാകുന്നു. ദെൻ നെക്സ്റ്റ് വൺ, മണി ബിൽ. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. ഇൻ ദി കേസ് ഓഫ് രാജ്യസഭ ക്യാൻ എയ്തർ അപ്രൂവ് ദി ബിൽ ഓർ സജസ്റ്റ് ചേഞ്ചസ് ബട്ട് cannot reject it. Amendments to the bill suggested by the Rajya Sabha may or may not be accepted by the Lok Sabha. It should return the bill to the Lok Sabha within 14 days. Otherwise, the bill is deemed to have been passed. ധനകാര്യ ബില്ലുകൾ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുകയുള്ളൂ. ലോക്സഭ പാസ്സാക്കിയ ബില്ല് രാജ്യസഭയ്ക്ക് അയക്കുന്നു. ധനബില്ലിനെ രാജ്യസഭയ്ക്ക് അംഗീകരിക്കുകയോ മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയോ ചെയ്യാം. എന്നാൽ അത് തള്ളിക്കളയാൻ കഴിയില്ല. രാജ്യസഭ 14 ദിവസത്തിനകം ധനബില്ലിൽ നടപടിയെടുത്തിട്ടില്ലെങ്കിൽ അത് രാജ്യസഭ പാസ്സാക്കിയതായി പരിഗണിക്കും. ധനബില്ലിൽ രാജ്യസഭ നിർദ്ദേശിക്കുന്ന ഭേദഗതികൾ ലോക്സഭയ്ക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. ഹൗ ഡസ് ദി പാർലമെൻറ്റ് കൺട്രോൾസ് ദി എക്സിക്യൂട്ടീവ്? പാർലമെൻറ്റ് എങ്ങനെയാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത്? In India, Parliament can effectively control the executive and ensure a more responsible government. The executive is drawn from the party or a coalition of parties that has a majority in the Lok Sabha. The members of the parliaments are free to speak on any matter without fear. No action can be taken against the members for whatever the member may have said in the legislature. This is known as parliamentary privilege. Following are the major instruments of the parliamentary control on the executive. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയോ മുന്നണിയോ ആണ് ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. ആയതിനാൽ കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് ലോക്സഭയോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. പാർലമെൻറ്റിന് പല മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഫസ്റ്റ് വൺ, deliberation and discussion. During the law-making process, members of the legislature get an opportunity to deliberate on the policy direction of the executive. Apart from deliberating on bill, control may also be exercised during the general discussion in the houses. പര്യാലോചനകളും ചർച്ചകളുമാണ് ഒന്ന്.
നിയമനിർമ്മാണ പ്രക്രിയയുടെ അവസരത്തിൽ സഭാംഗങ്ങൾ എക്സിക്യൂട്ടീവിൻ്റെ നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവസരം ലഭിക്കുന്നു. കൂടാതെ പാർലമെൻറ്റിലെ ചോദ്യോത്തരവേളയിൽ സഭാംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മന്ത്രിമാർ ബാധ്യസ്ഥരാണ്. ദെൻ ക്വസ്റ്റ്യൻ അവർ ഉണ്ട്. ക്വസ്റ്റ്യൻ അവർ ചോദ്യോത്തരവേളയാണ്. ദ ഫസ്റ്റ് ഹവർ ഓഫ് എവറി പാർലമെൻറ്റ് സിറ്റിംഗ് ഈസ് സ്ലോട്ടഡ് ഫോർ ദിസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അവർ എന്ന് പറഞ്ഞാൽ ചോദ്യോത്തരവേളയാണ്. പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ മണിക്കൂർ, ഫസ്റ്റ് 1 മണിക്കൂർ ചോദ്യോത്തരവേളയ്ക്കാണ്. ഡ്യൂറിംഗ് ദി ക്വസ്റ്റ്യൻ അവർ ദ മെമ്പേഴ്സ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് മിനിസ്റ്റേഴ്സ് യൂഷ്വലി ഗിവൺ ആൻസേഴ്സ്. ഈ അവസരത്തിൽ പാർലമെൻറ്റ് അംഗങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മിനിസ്റ്റേഴ്സ് മറുപടി പറയുകയും ചെയ്തു. ദിസ് ഗിവ്സ് ദി മെമ്പേഴ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ക്രിറ്റിസൈസ് ദി ഗവൺമെൻറ്. ഇത് ഗവൺമെൻറ്റിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് അവർക്ക് സാധിക്കുന്നു. ദെൻ 0 hour ശൂന്യവേള. ദ 0 hour സ്റ്റാർട്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ക്വസ്റ്റ്യൻ അവർ. ഇൻ 0 hour മെമ്പേഴ്സ് ആർ ഫ്രീ ടു റൈസ് എനി മാറ്റർ ദാറ്റ് ദേ തിങ്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് ദോ ദ മിനിസ്റ്റേഴ്സ് ആർ നോട്ട് ബൗണ്ട് ടു റിപ്ലൈ. ശൂന്യവേളയിൽ സഭാംഗങ്ങൾക്ക് പ്രധാനമെന്ന് കരുതുന്ന ഏത് വിഷയവും ഉന്നയിക്കാവുന്നതാണ്. എന്നാൽ ഇത്തരം വിഷയങ്ങൾക്ക് മറുപടി നൽകാൻ മന്ത്രിമാർക്ക് ബാധ്യത ഉണ്ടാവണമെന്നില്ല. Then half an hour discussion. It is meant for discussion in matters of public importance. The speaker can allot 3 days in the week for such a discussion. എന്ന് പറഞ്ഞാൽ പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളെ ബന്ധപ്പെടുത്തി പാർലമെൻറ്റിൽ നടക്കുന്ന അരമണിക്കൂർ ചർച്ച അവിടെ നടക്കാറുണ്ട്. Then adjourning motion. It aims to draw attention of the House's definite matter of the urgent public importance and need of the support of 50 members to be admitted. അടിയന്തര പ്രമേയം തുടങ്ങിയവയെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാനുള്ള അടിയന്തര പ്രമേയം, അഡ്ജറൻ മോഷൻ മീൻസ് അടിയന്തര പ്രമേയം പാസ്സാക്കുന്നതിനും സാധിക്കും. അതിൽ ഏകദേശം 50 അംഗങ്ങളുടെ സപ്പോർട്ടെങ്കിലും ആവശ്യമാണ്. നെക്സ്റ്റ് വൺ, അപ്രൂവൽ ആൻഡ് റാറ്റിഫിക്കേഷൻ ഓഫ് ലോ. നിയമങ്ങൾ അംഗീകരിക്കൽ അല്ലെങ്കിൽ തിരസ്കരിക്കൽ. എ ബിൽ became a law only with the approval of the parliament. A government support by the majority members may not be difficult to get the approval of the parliament. However, it opened an intense bargaining and negotiations among the members of ruling party and opposition. പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഒരു ബില്ല് നിയമമായി മാറുകയുള്ളൂ. വേണമെങ്കിൽ അംഗീകരിക്കുകയോ അതിനെ തിരസ്കരിക്കുകയോ ചെയ്യാം. ഫിനാൻഷ്യൽ കൺട്രോൾ, ധനപരമായ നിയന്ത്രണം. Preparation and presentation of budget for the approval of Lok Sabha is constitutional obligation of the government. Before granting money, the Lok Sabha can discuss the reason for which the government requires money. It can inquire to cases of misuse of fund on the basis of the report of the Controller and Auditor General and Public Accounts Committee. ധനപരമായ നിയന്ത്രണം. ബഡ്ജറ്റ് നിയമനിർമ്മാണ സഭയുടെ അംഗീകാരം ആവശ്യമാണ്. ഗവൺമെൻറ്റിന് പണം അനുവദിക്കുന്നതിന് മുമ്പ് അതിനുള്ള കാരണം ലോക്സഭയ്ക്ക് ചർച്ച ചെയ്യാം. മാത്രമല്ല കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിലെയും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്സഭയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ ധന ദുർവിനിയോഗത്തിനെതിരെ അന്വേഷണം നടത്താം. The last one, no confidence motion, അവിശ്വാസ പ്രമേയം. It means that the ministry stays in office as long as it enjoy confidence of the majority members in the Lok Sabha. In other words, the Lok Sabha can remove the ministry from office by passing a non-confidence motion. ലോക്സഭയ്ക്ക് എക്സിക്യൂട്ടീവിനെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ സാധിക്കും. അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ ഗവൺമെൻറ് രാജി വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ദി പാർലമെൻറ്റ് കൺട്രോൾസ് ദി എക്സിക്യൂട്ടീവ്. പാർലമെൻറ്റിനെ അല്ലെങ്കിൽ പാർലമെൻറ്റ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പോൾ ദീസ് ആർ ദി മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ ദിസ് ചാപ്റ്റർ, ദി 6th ചാപ്റ്റർ. ഇറ്റ് മീൻസ് എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗം. ദ നെക്സ്റ്റ് ചാപ്റ്റർ, അധ്യായം 6 നീതിന്യായ വിഭാഗമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സി യു നെക്സ്റ്റ് ക്ലാസ്.